വരുമെനിക്ക് അനുദിനമെന്നെ പരിപാലിച്ചവൻ കടലേകിടുന്നു യാചനയേതും തൻ കൃപയാലിൽ തരുമെനിക്കെന്നും പ്രിയനൊരു വരുമെനിക്ക് അനുദിനമെന്നെ പരിപാലിച്ചവൻ കടലേകിടുന്നു യാചനയേതും തൻ കൃപയാലിൽ തരുമെനിക്കെന്നും മായം ചേരാതെ നിൻ തിരുവചനം പാഠം ചെയ്യുവാൻ വാഞ്ചിക്കുന്നു മായം ചേരാതെ നിൻ തിരുവചനം പാഠം ചെയ്യുവാൻ വാഞ്ചിക്കുന്നു കനിവിൻ കടലേ എന്നോടൻ പരിശുദ്ധാത്മാവേ നീ പകരുകയധികം കനിവിൻ കടലേ എന്നോടൻ പരിശുദ്ധാത്മാവേ നീ പകരുകയധികം പ്രിയനൊരുവനുണ്ടെനിക്ക് അനുദിനമെന്നെ പരിപാലിച്ചവൻ കടലേകിടുന്നു യാചനയേതും കൃപയാലിൽ തരുമെനിക്കെന്നും. നമ്മുടെ ധ്യാനത്തിൻ്റെ ആധാരമായിട്ട് യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യവും യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 9-ാം വാക്യവും ഈ സമയത്ത് വായിക്കുന്നു. ഭയത്തിൻ്റെ ദണ്ഡനം ഉള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹത്തിൽ വസിപ്പിൻ. ഈ നാളുകളിൽ ദൃശ്യ മാധ്യമങ്ങളിൽ കാണുന്ന ഭയാനകമായ കാഴ്ചകളും ദൃശ്യങ്ങളും നമ്മെ നിർത്തി ചിന്തിപ്പിക്കുന്നവയാണ്. മനുഷ്യരെല്ലായ്പ്പോഴും സമാധാനകാംക്ഷികളായി ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ സമാധാനം നഷ്ടപ്പെടുന്നതായ ജീവിത സാഹചര്യങ്ങളിൽ ലോകമെങ്ങോട്ട്, മനുഷ്യനെങ്ങോട്ട്, ഈ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ എല്ലായ്പ്പോഴും ഉയർന്നു വരുന്നുണ്ട്. ഭയം നിറഞ്ഞിരിക്കുന്നതായ മനുഷ്യൻ, ഇത് ഇന്നിൻ്റെ ഒരു യാഥാർത്ഥ്യമായിട്ട് നാം കാണുന്നുണ്ട്. ഒരുപക്ഷെ മുൻപ് എന്നേക്കാളും ഇന്ന് കൂടുതൽ ഭയവും ആശങ്കയും വർദ്ധിക്കുന്നതായ ഒരു ലോക സാഹചര്യമാണ് നാം കാണുന്നത്. ഭയവിഹുലമായ ലോകത്തിൽ ഭയം അകറ്റുന്നതിന് എന്താണ് മാർഗം? ഒരുപക്ഷെ ഇന്നത്തെ ചിന്താ വിഷയമായിട്ട് നാം ചിന്തിക്കുന്നത് ഈ ഒരു സത്യമാണ്. ദൈവസ്നേഹത്താൽ ഭയമില്ലാതെയാകുന്നതായ ജീവിത സാഹചര്യം രൂപപ്പെടുക നമ്മെയും നമ്മുടെ സമൂഹത്തെയും ദൈവസാന്നിധ്യബോധത്താൽ പുതിയ അനുഭവത്തിലേക്ക് നയിപ്പാൻ എന്നെ പ്രാപ്തനാക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് നമുക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളത്. ആരെയൊക്കെയോ ഭയപ്പെടുന്ന മനുഷ്യൻ, എന്തിനെയൊക്കെയോ ഭയപ്പെടുന്നതായ മനുഷ്യൻ, ഇത് രാഷ്ട്രങ്ങളായാലും സമൂഹങ്ങളായാലും ഭയത്തിൽ ഈ ഒരു അവസ്ഥയിലല്ലേ എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിലെല്ലായ്പ്പോഴും നമ്മൾ കേൾക്കുന്നതായ സംസാരിക്കുന്ന വിഷയങ്ങളാണ് സൈബർ സ്പേസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇങ്ങനെയുള്ളതായ വാക്കുകൾ. നാളെയിലേക്ക് മനുഷ്യൻ മാറുമ്പോൾ എങ്ങനെയായിരിക്കും ഈ ലോകമെന്നുള്ളതായ വലിയൊരു ആശങ്ക, ഭയം ഉയർത്തുന്നതായ അവസ്ഥാവിശേഷങ്ങളാണ്.
സൈബർ വാർ തന്നെ ഉണ്ടാകുവാനുള്ള സാധ്യത, മനുഷ്യന് പകരമായിട്ട് മനുഷ്യൻ നിർമ്മിക്കുന്നതായ യന്ത്രങ്ങൾ തന്നെ നാശം വിധിക്കുന്നതായ സാഹചര്യങ്ങൾ, മനുഷ്യ നന്മയാണോ അതോ മനുഷ്യനും ലോകത്തിനും നാശമാണോ ഉണ്ടാകുവാൻ പോകുന്നത് എന്നുള്ള ആശങ്കയും വർദ്ധിച്ചു വരുന്നു. പക്ഷേ ഇന്ന് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീടൊക്കെ പൂട്ടി ഭദ്രമാണോ എന്ന് നോക്കിയിട്ടാണ് വന്നത്. 2 പ്രാവശ്യമെങ്കിലും പൂട്ടിയ വീടിൻ്റെ വാതിക്കൽ നിന്ന് നോക്കും. ഞാൻ ശരിയായിട്ട് പൂട്ടിയിട്ടാണ് ഇറങ്ങി വന്നത്. ഉള്ളിലെ ഭയം, പേടി, ഞാൻ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതായ ചിന്ത പലപ്പോഴും നമ്മുടെ മനസ്സിലുമുണ്ട്. യേശുക്രിസ്തു പറഞ്ഞതായ വാക്കുകൾ ശ്രദ്ധേയമാണ്. വിടുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിൽ നിക്ഷേപം അരുത്. പിന്നെ അതിന് പ്രതിവിധി കർത്താവ് പറഞ്ഞത് സ്വർഗ അനുഭവം ഉള്ളവരായി ജീവിക്കുക. അതുകൊണ്ട് ലോകത്തോട് എത്രമാത്രം നാം ഇടപഴകി പോകുന്നുവോ അത്രമാത്രം നമ്മൾ ഉരുവാകുന്നതായ ഭയവും ആശങ്കയും എൻ്റെ ജീവിതത്തെ പലപ്പോഴും പ്രയാസത്തിലാക്കുന്ന ഒന്നായിട്ട് നാം കാണുന്നുണ്ട്. അതിനപ്പുറമായിട്ട് ദൈവത്തിൻ്റെ കരുതലും കാവലും കൂടെ ഉണ്ട് എന്നുള്ള ബോധത്തിൽ ഈ ദൈവിക സത്യം മനസ്സിലാക്കി കർത്താവിനോട് യാത്ര ചെയ്യുവാൻ സാധിച്ചാൽ ഈ ലോകത്തിൽ ഞാൻ ആയിരിക്കുന്നത് ശാന്തി സമാധാനം അനുഭവിക്കുന്ന ജീവിതമായിട്ട് ജീവിതം മാറും എന്ന് പറയാൻ എനിക്ക് സാധിക്കും. ഇന്ന് പ്രകൃതി ദുരന്തങ്ങൾ ഉളവാക്കുന്നതായ ഭയം വളരെയധികമാണ്. ഈ പന്തലിൽ തന്നെ പല പ്രാവശ്യം അതിനെപ്പറ്റി നമുക്ക് കേട്ടു. വെള്ളപ്പൊക്കം, അതിൻ്റെ കെടുതികൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുന്നതായ ഭയാനകമായ ഒരു അനുഭവമാണ്. വർദ്ധിച്ചു വരുന്നതായ അക്രമ പ്രവർത്തനങ്ങൾ ഓരോ സാഹചര്യങ്ങളിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നു, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. മരണത്തെ ഭയപ്പെടുന്നതായ മനുഷ്യൻ, പക്ഷേ ഈ മരണം എന്നത് ഒരു വലിയ വിഷമസന്ധിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ നാം കാണുന്നുണ്ട്. ജനിച്ചാൽ മരിച്ചേ പറ്റൂ, എന്നാൽ മരണത്തെ ഭയപ്പെട്ട് അതിന് പ്രതിവിധി കണ്ടെത്തുവാൻ എങ്ങനെ സാധിക്കുമെന്ന് പരക്കം പായുന്ന മനുഷ്യനെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഫിറ്റ്നസ് സെൻറ്റേഴ്സ് വളരെയധികം വർദ്ധിച്ചു വരുന്നത്. ആരോഗ്യത്തോടെ എങ്ങനെ മരിക്കാം എന്നുള്ളതായ ആ ഒരു ചിന്ത മനുഷ്യനുള്ളത് കൊണ്ടാണ്. സാത്താൻ്റെ ശക്തിയെ നാം ഭയക്കുന്നു. മറ്റുള്ളവരെ ചിട്ടയ്ക്ക് നിർത്തുവാൻ ഭയത്തെ നാം ഉപയോഗിക്കുന്നു. ചിലപ്പോഴെങ്കിലും മാതാക്കളോ പിതാക്കളോ കുഞ്ഞുങ്ങളെ ശരിയായിട്ട് നയിക്കാനായിട്ട് പറയുന്ന വാക്കുകളാണ് പോലീസ് വരും, അല്ലെങ്കിൽ പള്ളിയിലെ അച്ഛനോട് പറയും, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ. ഈ തന്ത്രങ്ങൾ ഉപയോഗിച്ച് കുട്ടികളെ കുറേ നാളത്തേക്ക് ഇങ്ങനെ അടക്കി ഒതുക്കുവാൻ ശ്രമിക്കും. അവരുരുവാകുന്നതായ ചിന്തകൾ ഭയത്തിൻ്റെ ചിന്തകളാണ്. അച്ഛനെ കാണുമ്പോൾ ഭയമാണ്, പോലീസിനെ കാണുമ്പോൾ ഭയമാണ്. ഈ ഭയത്തിൻ്റെ ചിന്തകൾ വളർത്തുന്നതായ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇതിന് എങ്ങനെയാണ് ഇത് ദൂരീകരിക്കാൻ സാധിക്കുന്നത്? നമ്മൾ 2 രീതിയിലുള്ളതായ ഭയം വേദപുസ്തക പശ്ചാത്തലത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. ഒന്ന്, ദൈവത്തെ ഭയപ്പെടുന്നതായ മനുഷ്യൻ. ഇത് ദൈവഭക്തി എന്നുള്ളതായ ചിന്തയിലാണ് നാം അതിനെ കാണുന്നത്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ഇംഗ്ലീഷിൻ്റെ ട്രാൻസ്ലേഷൻ ദ ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം എന്നുള്ളതാണ്. ദൈവത്തെ ഭയക്കുക, അത് യഹോവ ഭക്തിയുടെ ഭാഗമായിട്ടാണ്. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഉള്ളതായ അവസ്ഥയിൽ ചിത്രീകരിക്കുന്നു. അതുകൊണ്ട് ദൈവവും മനുഷ്യനുമായിട്ടുള്ളതായ ബന്ധത്തിൽ ഒരാദരവ് വെളിപ്പെടുത്തുന്നതായ, ദൈവത്തോടുള്ള നമ്മുടെ ആമുഖ്യം വെളിപ്പെടുത്തുന്നതായ ഒരു അനുഭവമായിട്ടാണ് പലപ്പോഴും ഈ ഭയത്തെ അവിടെ നാം ദർശിക്കുന്നത്.
ഇത് ദൈവത്തോടും മാതാപിതാക്കളോടും ഗുരുക്കന്മാരോടുണ്ടായ നമ്മുടെ വിധേയത്വവും ആദരവും ബഹുമാനവും ഇത് വെളിപ്പെടുത്തുന്ന ഒന്നായിട്ട് ചിലപ്പോഴെങ്കിലും ഞാൻ ചിത്രീകരിക്കാറുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലോകം സൃഷ്ടിക്കുന്നതായ ഭയാനകമായ അവസ്ഥകൾ, ഇത് ജീവിതത്തെ അസഹ്യമാക്കുന്നത് എങ്ങനെയാണ് എന്ന് നാം എല്ലായ്പ്പോഴും ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഈ ലോകമുളവാക്കുന്ന ഭയത്തിൽ ആയിരിക്കുന്ന മനുഷ്യനോട് ദൈവം പലപ്പോഴും അരുൾ ചെയ്യുന്നത് ഭയപ്പെടേണ്ട എന്നുള്ളതായ ഒരു ആശ്വാസ വാക്കുകളിലൂടെയാണ്. ഭയപ്പെടേണ്ട എന്നുള്ളതായ ആ ഒരു പദം വേദപുസ്തകത്തിൽ 365 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. വ്യക്തികളോടായാലും സമൂഹങ്ങളോടായാലും ദേശത്തോടായാലും ദൈവത്തിൻ്റെ വചനമായിട്ട് അത് ഓർപ്പിക്കുന്ന ഒന്നാണ്. നീ ഭയപ്പെടേണ്ട, ഡോണ്ട് ബി അഫ്രെയ്ഡ്, ഐ ആം വിത്ത് യു, ഐ വിൽ ടേക്ക് കെയർ ഓഫ് യു. ഈ ഒരു സാന്ത്വന വാക്കുകളാണ് ദൈവത്തിൽ നിന്ന് നാം എല്ലായ്പ്പോഴും മനസ്സിലാക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ദൂതന്മാർ ആട്ടിടയരെ ഓർപ്പിക്കുമ്പോൾ അവരോട് ആദ്യം അഭിസംബോധന ചെയ്ത് പറയുന്നത് ഇതാണ്: ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞങ്ങൾ അറിയിക്കുന്നു എന്നുള്ളതാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കല്ലറയിൽ ചെന്ന് അവിടെ കാണാതെ തിരിഞ്ഞു വരുമ്പോൾ അഭിമുഖീകരിക്കുന്നതായ സ്ത്രീകൾ അവർ കേൾക്കുന്നതായ ശബ്ദവും ഇതുതന്നെയാണ്: ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരെ ഗലീലയ്ക്ക് പോകുവാൻ പറവീൻ എന്ന് അവരോട് പറയുന്നു. ഭയപ്പെടേണ്ട, ഇത് നമുക്ക് ആശ്വാസം നൽകുന്ന ദൈവിക വാക്കുകളാണ്. ഇന്ന് ലോകത്തിൽ ആയിരിക്കുമ്പോൾ ഈ ഒരു വാക്ക് സ്വീകരിച്ചുകൊണ്ട് ദൈവമേ, ഭയമകറ്റി ജീവിപ്പാനായിട്ട് ഞങ്ങളെ എങ്ങനെ സഹായിക്കണമേ എന്നുള്ളതായ പ്രാർത്ഥന ആവശ്യമാണ്. ഭയം നീക്കുന്നതിനുള്ള ഒറ്റമൂലി എന്ത് എന്ന് ചോദിച്ചാൽ അത് ദൈവസ്നേഹം അനുഭവിക്കുക എന്നുള്ളതാണ്. ദൈവവചനത്തിൽ അതിശക്തമായി തിളങ്ങി നിൽക്കുന്ന ഒരു പ്രമേയമാണ് ദൈവം സ്നേഹമാണ് എന്നുള്ളത്. യോഹന്നാൻ അതിനെ നല്ല ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. തൻ്റെ സുവിശേഷത്തിലും ലേഖനങ്ങളിലും സ്നേഹവാനായ ദൈവത്തെയും താൻ സൃഷ്ടിച്ച ലോകത്തെയും ആ ലോകത്തെ സ്നേഹിക്കുന്നതായ ദൈവത്തെയും വ്യക്തമാക്കി കാട്ടിത്തരുന്നു. തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചതായ ദൈവത്തിൻ്റെ സ്നേഹം ഇതാണ് യേശുക്രിസ്തുവിലൂടെ അനുഭവിപ്പാൻ നമുക്ക് സാധ്യമായി തീരുന്നത്. ഈ കൺവെൻഷൻ്റെ ഉദ്ഘാടനത്തിൽ മെത്രാപ്പോലീത്ത തിരുമേനി ഓർപ്പിക്കുകയുണ്ടായി. ദൈവസ്നേഹത്തെക്കുറിച്ചും സ്നേഹബന്ധത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഇന്നമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഈ ദൈവസ്നേഹത്തിൻ്റെ പ്രാധാന്യം എത്രമാത്രമാണ് എന്ന് നാം കേൾക്കുകയുണ്ടായി. ഇന്നിൻ്റെ ജീവിത അനുഭവങ്ങളിൽ ഭയം മനുഷ്യനെ അസ്വസ്ഥനാക്കുമ്പോൾ സ്നേഹം മനുഷ്യനെ ഒരുമിപ്പിക്കുന്ന ഒന്നായിട്ട് നിലനിൽക്കുന്നു. കർത്താവ് 10 കൽപ്പനകളെ സാംശീകരിച്ച് പഠിപ്പിച്ചത് 2 പ്രധാന കൽപ്പനകളിലൂടെയാണ്. ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണശക്തിയോടും പൂർണ്ണ പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. പിന്നെ അടുത്തത് നിൻ്റെ കൂട്ടുകാരനെ നിന്നെ സ്നേഹിക്കണം. ഈ ഒരു 2 കൽപ്പനകളിൽ യേശുക്രിസ്തു തൻ്റെ ദൗത്യം ഈ ലോകത്തിൽ എന്തായിരിക്കണമെന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തത്. ദൈവസ്നേഹം മനുഷ്യനിലേക്ക് നൽകുക, ആ സ്നേഹത്തിൽ മനുഷ്യരെല്ലാവരും ആയിരിക്കുക, ആ സ്നേഹബന്ധത്തിൽ ജീവിക്കുക. യോഹന്നാൻ ഉയർത്തുന്ന ചോദ്യം ഇതാണ്: താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും?
ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണമെന്ന കൽപ്പനയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുക, സഹോദരനെ സ്നേഹിക്കുക, ഇത് ജീവിതത്തിൽ നാം പ്രമാണിക്കേണ്ടതായ കൽപ്പനകളായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. നമുക്കേവർക്കും അറിവുള്ളതായ 4 മാർഗങ്ങൾ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്, ഫലകരമായ ജീവിതത്തിലൂടെ സ്നേഹത്തിൻ്റെ നീർച്ചാലുകളാകുവാൻ നമുക്കെങ്ങനെ സാധിക്കും? സ്നേഹത്തിൻ്റെ നീർച്ചാലുകളായിട്ട് ജീവിച്ച് നമ്മുടെ ജീവിതം ഫലകരമായി ലോകത്തിന് കാഴ്ചവെക്കുക. ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ്? എത്രമാത്രം ദൈവത്തെയും മനുഷ്യനെയും സ്നേഹിക്കുവാൻ എനിക്ക് സാധിക്കും? ഈ ചോദ്യങ്ങളെല്ലാം നാം പലപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഫലകരമായ ജീവിത മാതൃകകൾ നമ്മുടെ മുൻപിൽ ധാരാളമുണ്ട്. സ്നേഹസ്പർശം അനേകർക്ക് സാന്ത്വനമേകിയ വ്യക്തികളെ ധാരാളം നാം ചരിത്രത്തിൽ കാണുന്നുണ്ട്. 20-ാം നൂറ്റാണ്ടിൽ ലോകത്തെ വളരെയധികം സ്വാധീനിച്ചതായ 100 ക്രൈസ്തവ വനിതകളെ തിരഞ്ഞെടുത്ത് അവരുടെ ജീവചരിത്രത്തെ ഒരു ഗ്രന്ഥമാക്കിയത് ഞാൻ കാണുവാനും അത് അല്പം ഒന്ന് ഓടിച്ച് നോക്കുവാനും എനിക്ക് അവസരം കിട്ടി. അതിൽ 3 പേർ ഇന്ത്യയിൽ പ്രവർത്തിച്ചവരാണ്. മദർ തെരേസ, ഡോക്ടർ ഐഡ സ്കഡർ, പണ്ഡിത രമാഭായി. ഈ 3 പേരിൽ 2 പേര് വിദേശീയരും ഒരാൾ തദ്ദേശീയ വനിതയുമാണ്. പലപ്പോഴും ഈ രാഷ്ട്രങ്ങൾ നോക്കുമ്പോൾ ഒരു രാഷ്ട്രത്തിൽ നിന്ന് ഉള്ള മനുഷ്യരുടെ കോൺട്രിബ്യൂഷൻ മറ്റ് രാഷ്ട്രത്തിന് എങ്ങനെ അനുഗ്രഹകരമായി തീരുമെന്ന് വളരെയധികം പഠനങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. കാരണം ഇങ്ങോട്ട് കയറണ്ട എന്ന് പറഞ്ഞ് ചില രാഷ്ട്രങ്ങളെങ്കിലും വേലി കെട്ടുമ്പോൾ വിദേശീയരായ ആളുകൾ മറ്റ് രാജ്യങ്ങളിൽ എത്രമാത്രം സേവനപാതയിൽ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് കാണുവാൻ നമുക്ക് സാധിക്കും. ഇന്ന് അമേരിക്കയിൽ ഇന്ത്യക്കാരെക്കുറിച്ച് വളരെ മതിപ്പാണ്. കാരണം ഉന്നതമായ നിലകളിലൊക്കെ പ്രവർത്തിക്കുന്നതായ ഇന്ത്യൻ വംശജരായ മനുഷ്യർ, അവരുടെ സാന്നിധ്യവും പ്രവർത്തനവും വളരെയധികം ശ്ലാഘിക്കപ്പെടുന്നുണ്ട്. ഓരോ രാഷ്ട്രങ്ങളിലും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളതായ ആളുകൾ അവരുടെ സേവനം വളരെയധികം പ്രകീർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിൽ വളരെയധികം പ്രകീർത്തിക്കുന്നതായ 2 വനിതകളാണ് മദർ തെരേസയും ഡോക്ടർ ഐഡ സ്കഡറും. സേവനപാതയിൽ ദൈവസ്നേഹം ആലംബഹീനർക്ക് പകർന്ന വ്യക്തിപ്രഭകളായിട്ടാണ് ഇവരെ നാം കാണുന്നത്. കൽക്കട്ട തെരുവിലെ വൃദ്ധജനങ്ങൾക്ക്, ബാലികാബാലന്മാർക്ക് സ്നേഹം പകർന്ന അൽബേനിയൻ വംശജയായ ആഗ്നസ്, കൽക്കട്ട ലൊറേറ്റ കോൺവെൻറ്റിൽ ചേർന്ന് മാരിയ തെരേസ ആയപ്പോൾ ഈ പ്രദേശവുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുകയായിരുന്നു. അനേകർക്ക് വെളിച്ചം പകർന്ന ഒരു സ്നേഹനിധിയായിട്ട് തൻ്റെ ജീവിതത്തെ കാണുന്നുണ്ട്. മിഷൻസ് ഓഫ് ചാരിറ്റി എന്നുള്ളതായ സംഘടനയിലൂടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾക്കും വൃദ്ധജനങ്ങൾക്കും ആശാകേന്ദ്രമായി മാറിയതായ ഒരു വനിത. തൻ്റെ ജീവിതത്തെക്കുറിച്ച് മദർ തെരേസ പറഞ്ഞ ഇപ്രകാരമാണ്: The meaning of my life is the love of God. It is Christ in his distressing disguise whom I love and serve. എൻ്റെ ജീവിതത്തിൽ അർത്ഥം കാണുന്നത് ദൈവസ്നേഹത്തിലൂടെയാണ്. ക്രിസ്തുവിൻ്റെ വേദനയുടെ പരിവേഷം അവനെ സ്നേഹിപ്പാനും സേവിപ്പാനും എനിക്ക് ഇടയാകുന്നു.
പക്ഷേ സേവന പാതയിൽ സ്നേഹം വെളിപ്പെടുത്തുന്നതായ ഫലകരമായ ജീവിത അനുഭവം എന്ന് നമ്മൾ പലപ്പോഴും വിശേഷിപ്പിക്കുന്നുണ്ട്. എങ്ങനെ ഒരു വ്യക്തി ഫലകരമായി ജീവിപ്പാൻ, മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ സാധിക്കും? വൈദ്യശാസ്ത്ര രംഗത്ത് തനതായ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ ഐഡ സ്കഡർ. അമേരിക്കയിൽ ജനിച്ച് വളർന്ന് വൈദ്യശാസ്ത്ര പഠനം പൂർത്തിയാക്കി ദൈവവിളി സ്വീകരിച്ച് വെല്ലൂരിൽ സേവനം ആരംഭിച്ചു. പ്രത്യേക സ്ത്രീകളിലും രോഗികളായ സാധുജനങ്ങളിലും വളരെയധികം സ്വാധീനം ചെലുത്തിയതായൊരു വ്യക്തിയായി മാറി. ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ ഇന്നേവർക്കും അഭിമാനമാണ്. ഈ ഭാരതത്തിൻ്റെ വിവിധ കോണുകളിൽ ആളുകൾക്ക് സഹായം നൽകുന്നതായ, ചികിത്സ നൽകുന്നതായ, ആവശ്യമായിട്ടുള്ളതായ സ്വാതന്ത്ര്യം നൽകുന്നതായ ഒരു വലിയ പ്രവർത്തനമായിട്ട് ഈ പ്രവർത്തനം മാറി. പണ്ഡിത രമാഭായ് ക്രിസ്തു സ്നേഹം രുചിച്ചറിഞ്ഞപ്പോൾ തൻ്റെ ജീവിത പാത സേവനത്തിനായി മാറ്റിവെച്ചു. പൂനെയിലെ മുക്തി മിഷൻ സ്ഥാപിച്ചതിലൂടെ വൈധവ്യം മൂലം വിഷമിതരായ സ്ത്രീകൾക്ക് ആശാകേന്ദ്രമായി മാറി. പക്ഷേ ഓരോ സാഹചര്യങ്ങളിൽ ആ സാഹചര്യങ്ങളെ മനസ്സിലാക്കി ദൈവത്തിൻ്റെ പദ്ധതിയിൽ ക്രിയാത്മകമായി പ്രതികരിക്കുന്നതായ വ്യക്തി ജീവിതങ്ങളായിട്ട് ഇവരെ നാം കാണുന്നുണ്ട്. എൻ്റെ സ്നേഹത്തിൽ വസിച്ച് ഫലകരമായ ജീവിതത്തിലൂടെ ഈ ഭയത്തെ ദൂരീകരിക്കുക, സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുക. നാം അറിയപ്പെട്ടവരും അറിയപ്പെടാത്തവരുമായ എത്രയെത്ര ആളുകൾ ഈ സ്നേഹത്തിൻ്റെ നീർച്ചാലുകളായി തീരുന്നു. ദൈവത്തിന് സ്തോത്രം കരയറ്റാം. രണ്ടാമത് മനസ്സിലാക്കുന്നത്, എൻ്റെ സ്നേഹത്തിൽ വസിച്ച് ഐക്യത്തിൻ്റെ ഭാവം വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. യേശുക്രിസ്തു മുന്തിരിവള്ളിയും കൊമ്പുകളും അതിൻ്റെ ആ ഒരു സാദൃശ്യം പറയുമ്പോൾ ഒന്നോട് പറ്റിച്ചേർന്ന് മാത്രമാണ് നിലനിൽക്കുവാൻ സാധിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. മുന്തിരിവള്ളി എന്ന തണ്ടിനോട് ചേർന്നാണ് ഈ കൊമ്പുകൾ എല്ലാം തന്നെ ഊർജം പ്രാപിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ പരസ്പരം ബന്ധപ്പെട്ടല്ലാതെ മനുഷ്യന് നിൽക്കുവാൻ, പ്രവർത്തിപ്പാൻ സാധ്യമാകില്ല. അതുകൊണ്ട് ഈ ഒരു സ്നേഹബന്ധം ക്രിസ്തുവാകുന്ന ആ ഒരു തണ്ടിനോട് ചേർന്ന്, അല്ലെങ്കിൽ തലയായ ക്രിസ്തു, ശരീരമായ സഭ എന്നുള്ളതായ ആ ഒരു ചിന്തയിൽ തലയോട് ചേർന്ന് ഉള്ള പ്രവർത്തനമായിട്ട് നാം കാണേണ്ടതാണ്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയെ വിവിധങ്ങളായ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ആവശ്യമായിട്ടുള്ള ആലോചന നൽകുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഭിന്നത നിലനിന്നപ്പോൾ, വിഭാഗീയ ചിന്തകൾ വളർന്നപ്പോൾ പൗലോസ് അവരെ ഓർമ്മിപ്പിക്കുന്നത് സ്നേഹത്തിലൂടെ ഐക്യപ്പെട്ട് ദൈവിക ഭാവം വെളിപ്പെടുത്തണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 1 കൊരിന്ത്യർ 13-ാം അധ്യായം ഒരു സ്നേഹകാവ്യം എന്ന് നാം പലപ്പോഴും അതിനെപ്പറ്റി പറയുമ്പോൾ അവിടെ പൗലോസ് അപ്പോസ്തലൻ വളരെ ശക്തമായിട്ട് ഓർപ്പിക്കുന്നത് നമ്മുടെ വാക്കും നമ്മുടെ പ്രവർത്തനവും നമ്മുടെ ജീവിതവും ദൈവത്തെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കി പരസ്പരം ബന്ധത്തിൽ, സ്നേഹത്തിൽ നിലനിൽക്കുന്ന ഒന്നായി തീരണം എന്നതാണ്. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴുങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളോ മാത്രമേ. അതുകൊണ്ട് നമ്മുടെ ഭാഷകൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ ഇതെല്ലാം തന്നെ വെറും ശബ്ദമായിട്ട് മാത്രം മാറാതെ പ്രവർത്തനത്തിലൂടെ വെളിപ്പെടുത്തുന്ന
ജീവിതമായിട്ട് അത് രൂപപ്പെടേണ്ടത് ആവശ്യമാണ്. ഇത് വളരെ ശക്തമായിട്ട് നമ്മെ ഓർപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. ഈ സ്നേഹബന്ധം ഐക്യപ്പെടുവാനായിട്ട് നമ്മെ സഹായിക്കുന്നത് എന്താണ്? 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. അവിടെ സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദ്വേഷപ്പെടുന്നില്ല. പക്ഷേ മനുഷ്യനെ പിടിച്ചുലയ്ക്കുന്നതായ ചില വികാരഭാവങ്ങളാണ് അതെല്ലാം. സ്പർദ്ധയും നിഗളവും ചീർക്കുന്നതിനുള്ളതായ ശ്രമവും അയോഗ്യമായി നടക്കുന്നതിനുള്ളതായ ശ്രമവും സ്വാർത്ഥം അന്വേഷിക്കുന്നതായ മനുഷ്യനും, ഇതെല്ലാം മാനുഷിക അവസ്ഥകൾ, വികാരഭാവങ്ങളാണ്. ഇതിനെയെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് പരസ്പരം ബന്ധപ്പെടണം എന്നാണ് പൗലോസ് അപ്പോസ്തലനെ അവിടെ ഓർപ്പിക്കുന്നത്. സ്നേഹം നഷ്ടമാകുന്ന ഇടത്ത് സാഹോദര്യം നഷ്ടമാകുന്നു. ഇന്ന് അക്രമവാസനയും ജാതീയ വേർതിരിവുകളും വംശീയ ഉൾപ്പോരുകളും വർദ്ധിക്കുമ്പോൾ അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്ന സ്നേഹപ്രകടനമാണ് ഇന്ന് ആവശ്യമായിട്ടുള്ളത്. ഒരു മാനവിക ഐക്യം അത് കാസൂക്ഷിപ്പാൻ ഏവരും ശ്രദ്ധിക്കുകയും അതിന് സന്നദ്ധരായിത്തീരുകയും ചെയ്യേണ്ടതാണല്ലോ. സ്നേഹത്തിൽ വസിച്ച് ഐക്യം നിലനിർത്തുക, ഭയം മാറ്റുവാൻ, ഭയാനകമായ അവസ്ഥകളെ അഭിമുഖീകരിപ്പാൻ ഇതേറ്റവും ആവശ്യമാണ്. തോളോട് തോൾ ചേർന്ന് ഒന്നായിട്ട് പ്രവർത്തിക്കാനുള്ളതായ സന്നദ്ധത കാട്ടുക. മൂന്നാമതായിട്ട് നാം മനസ്സിലാക്കേണ്ടത് ത്യാഗാത്മകമായ സ്നേഹരൂപങ്ങൾ ആയിത്തീരുക എന്നുള്ളതാണ്. ത്യാഗം എന്നുള്ളത് നമ്മളെല്ലായ്പ്പോഴും കേൾക്കുന്ന പദമാണ്. സ്വയം ഇല്ലാതെയാകുന്ന ഒരു അവസ്ഥയാണ് ത്യാഗം. സ്വാർത്ഥതയ്ക്ക് ഒരു വിപരീതമായിട്ട് അത് നാം പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഞാനെന്നുള്ള ഭാവം വെടിഞ്ഞ് ദൈവിക ഭാവത്തിൽ ഞാനായിരിക്കുമ്പോൾ എന്നെ തന്നെ ഇല്ലാതെയാക്കുവാനുള്ളതായ ആ ഒരു അവസ്ഥയിൽ ഞാനാകുന്നു. അവരെന്നെ എൻ്റെ സ്നേഹവലയത്തിൽ ആക്കുവാൻ എനിക്കിടയായിത്തീരുന്നു. ഇതാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് പ്രദാനം ചെയ്യുന്നതായ വിലയേറിയ സ്നേഹം എന്ന് നാം കാണുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ വെളിപ്പെട്ടതായ ദിവ്യ സ്നേഹം സർവ്വമനുഷ്യരെയും രക്ഷയിലേക്ക് നയിക്കുന്നതായ ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് നാം കാണുന്നുണ്ട്. ആ സ്നേഹവലയത്തിലാണ് നാം എല്ലാവരും ആയിരിക്കുന്നതെന്നൊരു ബോധം നമുക്ക് ആവശ്യമാണ്. ആ സ്നേഹം നമ്മളിലൂടെ മറ്റുള്ളവർക്ക് നൽകുവാൻ നമുക്ക് സാധിക്കണം. ത്യാഗം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ വിജയം സാധ്യമാകുകയുള്ളൂ. എൻ്റേത് എൻ്റെ സ്വന്തം എന്നതിനപ്പുറമായിട്ട് ദൈവത്തിൻ്റേത്, അതോടൊപ്പം എൻ്റെ സ്നേഹിതൻ്റേത്, സഹോദരൻ്റേത് പറയുവാൻ സാധിക്കുന്നത് ആ ഒരവസ്ഥയിൽ മാത്രമാണ്. ഒരമ്മയുടെ സ്നേഹം അതിരറ്റതാണ്. ഭയവും തടസ്സവും എല്ലാം മറികടന്ന് ഏതറ്റം വരെയും ഒരു മകൻ്റെ അല്ലെങ്കിൽ മകളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടിയുള്ള ത്യാഗം, ഇതെല്ലാം ഇപ്പോഴും നാം മനസ്സിലാക്കുന്നതാണ്. ത്യാഗാത്മകമായ ജീവിതത്തിലൂടെ മാത്രമേ നേട്ടങ്ങൾ സാധ്യമാകുകയുള്ളൂ. ഭയം മാറ്റി ദൈവത്തോടെ ചേർന്ന് പ്രവർത്തനത്തിൽ സജ്ജരാകുവാൻ സാധിക്കണം. ക്രിസ്തുവിൻ്റെ ക്രൂശിലെ സ്നേഹത്താൽ നവസമൂഹ സൃഷ്ടിക്ക് മുഖാന്തരമായി ശത്രുവും മിത്രവും ഒരുപോലെ ആ സ്നേഹവലയത്തിൽ ആയിത്തീരുവാൻ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണല്ലോ. ഭയപ്പെടേണ്ട ദൈവ പൈതലേ, അബ്രഹാമിൻ ദൈവം നിൻ്റെ കൂടെയുണ്ട്. മനോഹരമായ പാട്ട് നാം പാടും. ഭയപ്പെടേണ്ട ദൈവ പൈതലേ, അബ്രഹാമിൻ ദൈവം നിന്നോട് കൂടെയുണ്ട്. ഈ ഉറപ്പും ധൈര്യവുമാണ് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്നത്. നമ്മുടെ ജീവിതയാത്ര സഫലമാകുവാൻ ഇത് മുഖാന്തരമായി ഭവിക്കുന്നു.